ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് കൃത്യമായി നിർദ്ദേശം റഷ്യ കൊടുത്തിരിക്കുകയാണ്. റഷ്യയെ തകർക്കാൻ ഓരോ വഴികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏത് രാജ്യത്തെയും നേരിടാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളുടെ എണ്ണ വ്യാപാരം തടസ്സപ്പെടുത്താനും താരിഫ് ഏർപ്പെടുത്താനും ശ്രമിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചു എന്ന് കരുതണ്ട എന്നുള്ളതും പുടിൻ നിർദ്ദേശരൂപേണ നൽകിയിരിക്കുകയാണ്. പുടിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രധാന കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, റഷ്യയുമായി സഖ്യം ചേർന്നിട്ടുള്ള രാജ്യങ്ങൾ അവരെടുക്കുന്ന നിലപാടുകളെ അംഗീകരിക്കാനും അവർക്ക് ദോഷകരമല്ലാത്ത രീതിയിലുള്ള പ്രത്യുപകാരങ്ങൾ നൽകാനും റഷ്യ നിർബന്ധിതമാവുകയാണ്. അത്തരത്തിൽ ഇന്ത്യ പോലുള്ള നമ്മുടെ രാജ്യം പോലുള്ള നിരവധിയായ റഷ്യയുടെ ക്ഷേമം അല്ലെങ്കിൽ റഷ്യയുമായി സഹകരിച്ചുകൊണ്ട് പരസ്പര സഹകരണം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളെ റഷ്യയ്ക്ക് അവരുടെ ഭാവിയെക്കുറിച്ച് ഗൗനിക്കാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും വ്യാപാരം ഡോളറിൽ ആക്കണം എന്ന അമേരിക്കയുടെ നയങ്ങൾ അത് അംഗീകരിക്കാൻ റഷ്യ ഒരു രീതിയിലും തയ്യാറല്ല. റൂബിളിൻ്റെ മൂല്യം ഇടിഞ്ഞ് തകർന്ന് അതുപോലെ തന്നെ റഷ്യ പാപ്പരാകും എന്ന് വിചാരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് കൃത്യമായി കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിലായിട്ടില്ല, നേരം വെളുത്തിട്ടില്ല. മാത്രമല്ല, ഉക്രൈനെ ആക്രമിക്കാൻ ഞങ്ങൾ പദ്ധതിയിട്ടത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല. യൂറോപ്യൻ യൂണിയന്റെ എല്ലാ സഹായങ്ങളും കൈപ്പറ്റി റഷ്യ പരമാവധി തളർത്താൻ ഉക്രൈൻ പല പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. വ്ളോഡിമർ സെലൻസ്കി എന്നത് വലിയ കുബുദ്ധി മെനയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കുബുദ്ധിയൊന്നും റഷ്യയുടെ മുമ്പിൽ ചെലവാകില്ല. ബെലാറസ് അടക്കം നിരവധി രാജ്യങ്ങൾ ഉക്രൈനെതിരെ ശക്തമായി തന്നെ തിരിയുകയാണ്. ഉക്രൈൻ ജനത പോലും വ്ളോഡിമർ സെലൻസ്കിയെ തള്ളി പറയുകയാണ്. കാരണം വ്ളോഡിമർ സെലൻസ്കിക്ക് എല്ലാ സഹായവും നൽകി അമേരിക്ക പറയുന്നത് പോലെ മാത്രമാണ് കേൾക്കുന്നത്. അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും കാര്യങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ഒരു പാവയാണ് സെലൻസ്കി. സ്വന്തമായി നട്ടലില്ലാത്ത വ്യക്തി. വ്യക്തിത്വം പണയം വെച്ചുകൊണ്ട് ഈ കാണിക്കുന്ന രാഷ്ട്രീയത്തെ നിങ്ങൾ ഈ രാജ്യത്തെ ചതിച്ച വ്യക്തി എന്ന രീതിയിൽ അറിയപ്പെടും എന്നാണ് ഉക്രൈനിൽ കൃത്യമായി പറയുന്നത്. ജനങ്ങൾക്ക് സമാധാനം പുലരണം. ജനങ്ങളിൽ ഇപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയാണ് താല്പര്യമുള്ളത്. സെലൻസ്കിയുടെ ഏകാധിപത്യ ഭരണം തകർത്തെറിയാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഉക്രൈനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉക്രൈനിൽ ഒരു ആഭ്യന്തര കലഹം മൂർച്ഛിച്ചു വരികയാണ്. റഷ്യ ആ കാര്യത്തെ പരിപൂർണമായി പിന്തുണയ്ക്കുന്നു. സെലൻസ്കിയെ എടുത്തു മാറ്റിയാൽ തന്നെ ഉക്രൈൻ്റെ പകുതി ശാപം തീരും എന്ന് തന്നെയാണ് റഷ്യൻ ഫെഡറേഷൻ അറിയിച്ചിരിക്കുന്നത്.